ജീവിതത്തിൽ പട്ടിണി കിടന്നവർക്ക് ഫുഡിന്റെ വില ശരിക്കും അറിയാവൂ, അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് മാത്രമേ ഈ ശരിക്കും ജീവിതത്തിലൊരു നല്ല കാലം വരുമ്പോൾ അതിനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ എവിടെയോ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ഡൽഹിയിലായിരുന്നു ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് ഒരുപാട് ഫുഡിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഒരുപാട് തിന്നാൻ പറ്റാത്ത ഒരുപാട് രാത്രികൾ ഉറങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പം അന്ന് ജീവിതത്തിൽ എടുത്ത ഒരു തീരുമാനമാണ്, എന്തെങ്കിലും ഒരു നല്ല കാലം വരികയാണെങ്കിൽ നല്ല രീതിയിൽ ആഹാരങ്ങൾ വാങ്ങി കഴിക്കുക. പിന്നെ എന്ത് കിട്ടിയാലും അതിനോടൊരു നിന്ന കാണിക്കാതെ അത് പൂർണ്ണമായി എൻജോയ് ചെയ്ത് കഴിക്കുക എന്നുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലെ ഫുഡ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ ഞാൻ ഇതിപ്പോ പറയാൻ കാരണം, ഇന്ന് നമ്മൾ രാത്രി ഇറങ്ങിയേക്കുന്നത് ഒരു ജാപ്പനീസ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് ഗൈസ്. നിങ്ങൾക്ക് ഷാസിനെ അറിയാലോ. അപ്പൊ ഷാസിന്റെ ചേട്ടനുണ്ട് സനു ബ്രോ, പിന്നെ ഹമ്പിളിനെ വിളിച്ചിട്ടുണ്ട്. വ്ളോഗ് ഇല്ലാതിരുന്ന കുറെ സമയത്ത് ഞാനും ഷാസ് ബ്രോയുടെ ബ്രോ സനു ബ്രോയും ഹമ്പിളുമായിട്ട് ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുമായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കും, ചേട്ടാ വ്ളോഗുകൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കൂടെ ഇത് കാണിച്ചുകൂടെ കൊടുക്കായിരുന്നല്ലോ എന്ന്. പണ്ട് ഷാസും സനു ബ്രോയും കൂടെ എന്നെ ടോണി എന്ന് പറഞ്ഞൊരു മച്ചാന്റെ അടുത്ത് ഒരു റാമേൻ, എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ റാമേൻ എങ്ങാണ്ടാണ് ഞാൻ അന്ന് ആ വീഡിയോ ഉണ്ടായിരുന്നു, 2 വർഷം മുന്നത്തെ കാര്യമാണ്. അപ്പോൾ അന്ന് ഈ ബ്രോ ഒരു റെസ്റ്റോറൻ്റ് ഒന്നും തുടങ്ങിയിട്ടില്ല. അന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്വന്തം വീട്ടിൽ വരുന്ന കുറച്ച് ആൾക്കാർക്ക് പാചകം ചെയ്ത് കൊടുക്കുന്ന ഒരു സെറ്റപ്പ് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ടോണി മച്ചാൻ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഇടയ്ക്ക് പോയിട്ടുണ്ട്. നിങ്ങളുമായിട്ട് നമുക്ക് ഇന്ന് പോകാം ഗൈസ്. എന്നിട്ട് കുറച്ച് ജപ്പാൻ ഫുഡുകൾ കാണാം. ഇന്ന് വേറെ ഒന്നുമില്ല, ഇന്ന് കുറച്ച് ഫുഡൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നമ്മളെ മച്ചാന്മാരോട് ഒന്ന് ഇരുന്ന് സംസാരിക്കുന്ന ഒരു കുഞ്ഞു പരിപാടി. അപ്പോൾ ആദ്യം നമുക്ക് വൈറ്റിലേ പോയി സനുബ്രോയെ പിക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് ടോണീസ് കിച്ചണിലേക്ക് പോവാം. പിന്നെ ഇത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നെന്നും പറഞ്ഞിട്ട് ഇത് പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെ ഒന്നുമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കൂടെ കൂട്ടുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ലെറ്റ്സ് ഗോ ആൻഡ് പിക്കപ്പ് സനു ബ്രോ. ഏഞ്ചലും ഞാനും കൂടെ ഇങ്ങ് എത്തി ഗൈസ്. മുട്ടക്കോട്ടം ഫ്ലാറ്റ്. നിങ്ങൾക്ക് ഈ ഫ്ലാറ്റ് ലൈഫ് ഇഷ്ടമാണ് ഗൈസ്? എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടെ എൻ്റെ ഓഡിയൻസ് എത്ര പേരാണ് ഫ്ലാറ്റിൽ താമസിക്കണതെന്ന്. പക്ഷെ എനിക്ക് എന്തോ പറമ്പും മുറ്റവും തറയും ഒക്കെ കണ്ട് വളർന്നുകൊണ്ടായിരിക്കും ഫ്ലാറ്റിൽ നിൽക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു ചെറിയൊരു സഫക്കേഷൻ പോലെ ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞ് ഫ്ലാറ്റ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലാന്നൊന്നും ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. ഫ്ലാറ്റൊക്കെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷെ താമസിക്കാനായിട്ട് എപ്പോഴും തറയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വീടാണ് ഒരു സുഖം. ഷാസ് ബ്രോ എടാ നാട്ടിലോട്ട് വാടാ പെട്ടെന്ന്. സനു ബ്രോ അന്ന് പറഞ്ഞ് ഹോണ്ട സിറ്റി ഓടിച്ചിട്ടില്ല അന്ന് ലാസ്റ്റ് ബ്ലോഗിൽ. അപ്പോൾ ഇന്ന് സനു ബ്രോയെ കൊണ്ട് ഹോണ്ട സിറ്റി ഓടിപ്പിക്കാൻ കഴിയും നമുക്ക്. എന്നിട്ട് നമുക്ക് റിവ്യൂ കൂടെ ചോദിക്കാം. നോക്കൂ സുഹൃത്തുക്കളെ, ആരാ വന്നിരിക്കുന്നത്? ഹലോ സനു ബ്രോ. വണ്ടി ആദ്യമായിട്ട് ഓടിക്കുന്നത് കൊണ്ടുള്ള അതെ, ഏതൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെയാന്ന് ഒരു ഡൗട്ട്. സനു ബ്രോ അന്ന് വ്ളോഗിൽ വന്നിട്ട് ആരെങ്കിലും ഒക്കെ ചോദിക്കാൻ പറയല്ലോ ചെയ്തായിരുന്ന? കാറിന്റെ ആണോ? അല്ല, വ്ളോഗ്. ഇല്ല, ഞാൻ നിന്റെ കമന്റ് ബോക്സിൽ തന്നെയായിരുന്നു. എന്തോരം ആൾക്കാരാണെന്ന് അറിയോ പറഞ്ഞത്. ഇതാരാ ഈ ചേട്ടന് ഷാസ് ബ്രോ ആണോ ഡബ് ചെയ്തതെന്ന്, വോയിസ് ഓവർ കൊടുത്തത്. ഷാസിനെ എടുത്ത് വിഴിഞ്ഞോന്നൊക്കെ അങ്ങനെ ഞാനിങ്ങനെ എല്ലാം കണ്ട് എൻജോയ് ചെയ്യുന്നു കേസ്. ഞാൻ വിഴിഞ്ഞല്ല, അവന്റെ അനിയനാണ് കേസ്. കുറച്ച് സെയിം വോയിസ്. അതെ, അത് ഒരു അമ്മ പെറ്റതാവുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങളൊക്കെ സിമിലർ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ ഞാൻ പറയായിരുന്നു ഇപ്പം വണ്ടി ഓടിച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാം അങ്ങനെ ഉണ്ടെന്ന്. ഇന്ന് ആദ്യമായിട്ട് ഓടിക്കല്ലേ? കാർത്തികിന്റെ വണ്ടിയാണ് ഓടിക്കുന്നത്. ഏഞ്ചലിന്റെ ആദ്യമായിട്ട് ഓടിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല സനു ബ്രോ, ഞാൻ പറഞ്ഞു നമ്മള് ടോണി ബ്രോയുടെ അടുത്ത് പോവുകയാണെന്ന് ഫുഡ് കഴിക്കാൻ. ആദ്യം നിങ്ങളാണ് എന്നെ ടോണി ബ്രോ എടുത്തുകൊണ്ട് റാമേൻ ഫാനാക്കി മാറ്റിയത്. പിന്നെ 2 വർഷത്തിന് മുന്നേ വീട്ടിൽ പോയി. അതെ, ആണാണ്. അപ്പം ഇന്ന് നമ്മള് ടോണി ബ്രോയുടെ കിച്ചണിൽ പോയി, റെസ്റ്റോറന്റിൽ പോയി കഴിക്കാം. സീറ്റൊക്കെ ബുക്ക് ചെയ്ത് അവിടെ ബുക്കിംഗ് ഒക്കെ ചെയ്യണം ഗൈസ്. ഭയങ്കര തിരക്കാണ്. ചെറിയ ലിമിറ്റഡ് സീറ്റിംഗ് ഉള്ളതുകൊണ്ട് വിളിച്ചിട്ട് വേണം പോവാൻ. എനിക്ക് ടോണി ബ്രോ ഇഷ്ടം എന്താണെന്ന് അറിയാവോ? വേറെ ഒരു പ്രൊഫഷനിലോട്ട് അല്ലായിരുന്നു, പരീക്ഷ എഴുതി കഴിഞ്ഞ ആ ഒരു സ്പോട്ടിൽ തന്നെ അവന്റെ റെസ്റ്റോറന്റ് തുടങ്ങി. വീട്ടുകാർക്ക് വേണ്ടി CA പഠിച്ച് പാസ്സായി, അവന് വേണ്ടി അവൻ റെസ്റ്റോറന്റ് തുടങ്ങി. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, അതിനോടുള്ള ഒരു പാഷൻ. പുറത്തെങ്ങാണ്ടൊക്കെ പോയി പഠിച്ചിട്ട് വന്ന് തുടങ്ങിയതാണ്. കാനഡയിലോ എവിടെയോ എന്തോ ഏറ്റവും ഫേമസ് കലിനറി സ്കൂളിലൊക്കെയാണ് പോയി പഠിച്ചത്. അതെ, അപ്പോ ആ ഒരു പാഷൻ ആ ഫുഡുകളിൽ നമുക്ക് കാണാൻ പറ്റും. പുള്ളിക്കാരനാണ് മെനു കംപ്ലീറ്റ് സെറ്റ് ചെയ്തത്. അങ്ങനെ അടിപൊളിയാണ്.
അവൻ തന്നെയാണ് ഇപ്പൊ മൊത്തം സർവീസും നോക്കുന്നത്. സ്വന്തം റെസ്റ്റോറന്റ് ആയതുകൊണ്ട് എല്ലാം അവൻ തന്നെ മൊത്തത്തിൽ ഇപ്പം ഓൾ ഇൻ വൺ ആണ് അവൻ. എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ അറിഞ്ഞ് വരുന്നതൊക്കെ ഉള്ളൂ തോന്നുന്നു. സ്റ്റാഫ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്വാളിറ്റിയിൽ ഇത് ചെയ്യണമല്ലോ. അപ്പൊ അതുകൊണ്ട് അവന്റെ മേൽനോട്ടം എല്ലാത്തിലും ഉണ്ട്. ഒരുപാട് പേർക്ക് സനു ബ്രോ ഷാസിന്റെ ബ്രോ അല്ലാതെ എന്താണ് ചെയ്യുന്നതെന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ട് കേട്ടാ. പിന്നെ ഞാനുണ്ട് പ്രൈമറിലി ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. അതെ, ഫാഷൻ ഫോട്ടോഗ്രാഫർ ആണ് എന്റെ മെയിൻ പരിപാടി. പക്ഷെ ഇവരൊക്കെ ഈ വ്ളോഗ് ചെയ്ത് ചെയ്ത് എന്നെ ഇൻസ്പയർ ആക്കി വ്ളോഗർ ആക്കാൻ വേണ്ടിട്ടുള്ളതാണ്. വ്ളോഗ് ചെയ്യാനുള്ള പരിപാടിയാണ്. എനിക്ക് ഞാൻ ഇത്രയും ഞാൻ സംസാരിക്കില്ല, നീ അവന്റെ തന്നെ ചോദിച്ചാൽ മനസ്സിലാവും. കഷ്ടപ്പെട്ട് ഒരു വിധമാണ് അവര് ഇത്രയെങ്കിലും നിരന്തരം പ്രേരിപ്പിക്കും സനുബ്രോയ. കുറച്ച് മിണ്ടാതായി എന്തെങ്കിലും ചെയ്തോണ്ട് പോട്ടെന്നുള്ള സെറ്റപ്പില് ഞാൻ പിന്നെ അറ്റ്ലീസ്റ്റ് കാർത്തിയാണ് എന്നെ കുറച്ചെങ്കിലും ഇടക്കിടക്ക് കാണുമ്പോഴൊക്കെ ചോദിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നില്ലേ എന്നുള്ള രീതിയിൽ. ഞാൻ വ്ളോഗ് ചെയ്യാണ്ട് നമ്മള് ഫുഡ് കഴിക്കാൻ പൊക്കൊണ്ടിരുന്ന സമയത്തൊക്കെ സ്ഥിരം ഇത് തന്നെയായിരുന്നു കേസ്. നമ്മള് സനുബ്രോ അങ്ങനെ വ്ളോഗ് ചെയ്യാം, ഇങ്ങനെ വ്ളോഗ് ചെയ്യാം, മണ്ണിന്റെ മണമുള്ള വ്ളോഗുകളാണ് സനുബ്രോ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നൈസാണ്. എന്റെ തന്നെ പല ഐഡിയാസും തന്നിട്ടുണ്ട്. ഞാൻ ഫോളോ ചെയ്യാനുള്ള പരിപാടിയിലാണ്. കണ്ടറിയാം കേസ്, എന്റെ ചാനലിലൊക്കെ പോയി നോക്കിയാൽ. പിന്നെ സനുബ്രോയുടെ ചലഞ്ച് കൂടെ പറഞ്ഞുവിട്. അത് പറഞ്ഞാലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അതിനോട് ഉറപ്പില്ല. സീനാണ്. ഞാൻ ജൂലൈയില് കല്യാണം നടക്കുമ്പോൾ ഞാൻ മുണ്ട് ഷർട്ട് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ നല്ല ഫിറ്റ് ആവാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ജിമ്മിൽ പോയി തുടങ്ങി കളിക്കുകയല്ല, ജിമ്മിൽ പോയി അർമാദിക്കുകയാണ് ഞാൻ. അതെ, കട്ടക്ക് ബോഡി ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ഫിറ്റ് ആയിട്ട് ഫിറ്റ് ആവുന്നു. കല്യാണത്തിന് മുണ്ടിടുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും മുണ്ട് ഇടാൻ പോകുന്നത് ഗൈസ്. അപ്പം ആ ഒരു ചലഞ്ച് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ശ്വാസം മുണ്ടെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്വാസം മുണ്ടിന്റെ മുണ്ട് പറഞ്ഞു എന്റെ അടുത്ത് പറയാം മുണ്ടെടുക്കുമെന്ന് പറഞ്ഞു. കോട്ട സൂട്ടൊക്കെ ഇട്ടുണ്ടാക്കി. ഇല്ല സമ്മതിക്കൂല, അവൻ മുണ്ടെടുക്കുമെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സനുബ്രോ. അവനെയും കൂടെ ഒരു മുണ്ടെടുപ്പിക്കണം. നമ്മള് മൊത്തം മുണ്ടൊക്കെ എടുത്ത് വെൽക്രോ മുണ്ടായാലും കുഴപ്പമില്ല, പക്ഷെ മുണ്ടെടുത്തോണ്ട് വരണം. ആലഞ്ചേരി തമ്പ്രാക്കൾ മുണ്ടൊക്കെ എടുത്ത് വരും കൊച്ചിന്ന്. ഓക്കെ, ഇനി നമ്മള് കച്ചേരിപ്പടിയിലാണ് ഈ റെസ്റ്റോറന്റ്. അതെ, എന്തോ ബ്രെഡ് ഫാക്ടറി അങ്ങനെ എന്തിന്റെ ഒക്കെ അടുത്തല്ലേ, ഫ്രഞ്ച് അങ്ങനെ എന്തോ റെസ്റ്റോറന്റിന്റെ അടുത്താണ്. അകത്താണ്, അതിന്റെ അകത്താണ്. അപ്പം ബൈ ദ വേ നമ്മളിപ്പോ കൊച്ചിയിലാണ് കേട്ടോ. ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ മഴവില്ല ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ഫുഡിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ മുതൽ ഫുഡ് മിതമായി കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മുട്ടയും ഒരു പഴവും മാത്രമേ കഴിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് ഉച്ച ആയപ്പോഴത്തേക്കും ചോർത്തിപ്പൂര കഴിച്ചോളൂ. കാരണം ഇന്ന് രാത്രി നമുക്ക് കുറച്ച് എക്സ്പ്ലോറേഷൻ ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ ലക്ഷ്മി ചേച്ചി എന്നെ മാക്കുന്ന തള്ളക്കി വിളിക്കും. സനുബ്രോ ഞാൻ 87.5 കിലോയിൽ നിന്ന് 77 എത്തി. അതും ഫുഡിന്റെ ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റും കൺട്രോളും കൊണ്ട് മാത്രമാണ്. എനിക്ക് 80 കിലോ ആയാൽ മതി. 80 അല്ലേ? ഇപ്പൊ എത്ര ഉണ്ട് പറഞ്ഞോ? ഒരു ഹിന്റ് തരാം. എനിക്ക് 13 കിലോ കുറയ്ക്കാനുണ്ട്. 93. അതെ, ഇങ്ങനെയൊക്കെ ഞാൻ പറയത്തുള്ളൂ. ചുറ്റി വളഞ്ഞിട്ടുള്ള ഓപ്പൺ ആയിട്ട് വ്ളോഗിലൊന്നും ഇതൊന്നും പറയാൻ പറ്റൂല. ഇല്ല. സനുബ്രോ ഒരു ചെറിയ ഇൻവെർട്ടർ ആണ്. അതെ, ആ ഇൻവെർട്ടറിൽ നിന്ന് എക്സ്പെർട്ടർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടാ, നോക്കാം. ഐ ആം ട്രൈയിങ് മൈ ബെസ്റ്റ്. അതെ, സനുബ്രോ ഞാനും ഇൻട്രോവേർട്ട് ആണ്. ഒരു പരിധി വരാം. പക്ഷേ എന്തോ എനിക്കത് കൺട്രോൾ ചെയ്തിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എന്റെ ഒരു പ്രത്യേകത. എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ അങ്ങ് എത്തിയിട്ട് ഞങ്ങൾ ഫുഡ് അവിടെ എത്തിയിട്ട് വരാം കേസ്. ഇതാണ് ഗൈസ് ടോണീസ് കിച്ചൺ. എങ്ങനെയുണ്ട് ഏഞ്ചലിനെ ഓട്ടിച്ചിട്ട്? അടിപൊളി, നൈസ്, വെരി സ്മൂത്ത് എക്സ്പീരിയൻസ്. വെറുതെ വെച്ച് നോക്കുമ്പോ ഏതാ ഇപ്പൊ ബെറ്റർ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് രണ്ട് രീതിയിലുള്ള സ്മൂത്ത് ആണ്. അതെ, ഡിപ്ലോമാറ്റിക് ആയി. ഇതാണ് ഗൈസ് റെസ്റ്റോറന്റ്. കണ്ട, കൃത്യം 3 എണ്ണം വെച്ചിട്ടിട്ടേക്കണത്. സനുബ്രോ, ഞാൻ ഫുഡ് എൻജോയ് ചെയ്യുമെന്നുള്ള അല്ലാതെ എനിക്ക് ഫുഡിനെ കുറിച്ച് ആധികാരികമായിട്ട് ഒന്നും അറിഞ്ഞൂടെന്നുള്ളതാണ് എന്റെ പ്രത്യേകത. തിന്നും കഴിച്ച നല്ലതായിട്ട് തിന്നും. എനിക്ക് ഇഷ്ടമാണ് ഫുഡ്. പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഗൊമായി സലാഡ്, ഒക്കണോന്നായിരുന്നോ? ഒക്കോണോമിയാക്കി, ചിക്കൻ കരാഗെ,
ചിക്കൻ കരാഗെ, ക്രിസ്പി സോഫ്റ്റ് ഷെൽ ക്രാബ്. ഓ ബീഫ് സ്റ്റേക്ക് നേരത്തെ പറയണം, ആണോ? പ്രീ ഓർഡർ ചെയ്തിട്ട് അടിപൊളിയാണെന്ന് ഞാൻ കേട്ടത്. ഈ ഊക്കോണോമിയാക്കി പാൻ കേക്കാണ്. പാൻ കേക്കിന്റെ പുറത്ത് ചിക്കൻ, ഡക്ക് എന്ന് നമുക്ക് ഇഷ്ടമുള്ള സാധനം വെച്ചിട്ട്. ഹലോ ബ്രോ, വ്ളോഗാണ്. അന്ന് വീട്ടിൽ വന്നതിന് ശേഷം ബ്രോ ഇപ്പോഴാണ് പറഞ്ഞത് അതിനകത്ത്. ഞാൻ പറയായിരുന്നു ബ്രോ ഇപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ തുടങ്ങി സെറ്റായിന്ന്. ആഹാ, സനി ബ്രോ പറയാനുണ്ടായിരുന്നു നല്ല കഷ്ടപ്പാടാണെന്ന്. എങ്ങനെയുണ്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങിയ എക്സ്പീരിയൻസ് വീട്ടിൽ കുക്ക് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ? ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊക്കെ ഒരു ഫണ്ണാണ്. പിന്നെ എന്താ ഞങ്ങൾക്ക് തരാൻ പോണത്? എന്താണ് വേണ്ടത് ബ്രോ? നമുക്ക് കഴിക്കാം. വെറൈറ്റി ആയിട്ട് എന്റെ ഓഡിയൻസിന് കാണാൻ പറ്റിയൊക്കെ എടുത്തോ, നമുക്ക് ട്രൈ ചെയ്യാം. ഓരോ പ്ലേറ്റ് പോരട്ടെ. ഓ, ഞാൻ എല്ലാം കഴിക്കും. എന്നെ തിരിച്ചു കടിക്കാത്ത ഒരുവിധ എല്ലാ സാധനങ്ങളും ഞാൻ കഴിക്കും. ഷാസെ, പെട്ടെന്ന് നീ നാട്ടിൽ വരികയാണെങ്കിൽ ഇതൊക്കെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാം. ഡെയിലി വ്ളോഗ് തുടങ്ങി ബ്രോ. ഞാൻ റീസ്റ്റാർട്ട് ഡെയിലി വ്ളോഗ്. അതെ അതെ, ഇനി വേണം ഒന്ന് കാര്യങ്ങളൊന്ന് സ്മൂത്താക്കി എടുക്കാൻ. അപ്പോ താങ്ക് യു. അയ്യോ, എത്ര നാളായാണ് അതിന്റെ വ്ളോഗിൽ കണ്ടിട്ട്. കാർത്തിക് സൂര്യ വ്ളോഗ്സ് ഫൈനലി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് യുഗാന്തരങ്ങൾക്ക് ശേഷം. പക്ഷേ പുതിയ രൂപത്തിലുണ്ടല്ലേ. കഴിഞ്ഞ പ്രാവശ്യം കമ്പി പോലും ഇല്ലായിരുന്നു. ഇവന്റെ സൗണ്ട് പോലും ഇപ്പം വ്യത്യാസമാണ്. അല്ല, ഇപ്പൊ സംസാരം ഇപ്പൊ റെഡിയായി. മറ്റേ മോളിൽ കിടന്ന സാധനം എടുത്ത് കളഞ്ഞു. എന്നാലും കുറെ നാൾ കഴിഞ്ഞ് ഇത് കണ്ടിട്ട് ഈ ക്യാമറ ചുച്ചിടൂ. എത്ര നാളെ കണ്ടിട്ട് ക്യാമറ ഒക്കെ എടുത്ത് കൊഞ്ചിക്കണം വാവേ എന്നൊക്കെ. ഇന്ന് നമ്മള് ജാപ്പനീസ് പിടിക്കാൻ പോകുന്നത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വന്നപ്പോഴേ ഞാൻ ഒന്നും മിണ്ടിയില്ല. രണ്ടാമത്തെ പേര് വായിച്ചാണ് ഒക്കണോമിയാക്കി അല്ല, ഊക്കോണോമിയാക്കി. ഊക്കണോ അല്ലേ? ഓക്കെ, അതല്ലേ, അങ്ങനെയല്ലേ? ഒക്കണോ അല്ലേ? ഡാമിറ്റ് പറയിപ്പിക്കുക അല്ലേ പേര്. പിന്നെ ഒരു കാര്യം ഗൈസ്, ഒരു സാധാരണ ഫുഡ് കഴിക്കുന്ന ഒരാള്, നോർമലി ഫുഡ് കഴിക്കുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനത്തെ ഉള്ള ടേസ്റ്റുകൾ. പക്ഷെ ഫുഡ് എന്തൂസിയസ്റ്റുകൾക്കൊക്കെ ട്രൈ ചെയ്യാൻ ഫ്രഷ് സാധനം. നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. എടാ, പിന്നെ ഇതിന് അങ്ങനെ ഒന്നല്ലേ വായിക്കാം. അതെ, നൂല് ചോദിച്ചു നോക്കുവാണെങ്കിൽ എന്തിനാണ് സാധനം. അപ്പൊ നിനക്ക് അറിഞ്ഞൂടെ? എനിക്കങ്ങനെ അറിയാം. നീ ഭയങ്കര ജപ്പാന്റെ മറ്റേ ആളല്ലേ. ഫുഡിന്റെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സനുബ്രോയാണ്. അതാണ് ഞാൻ ഇപ്പൊ ജിമ്മിൽ പോയി കഴിച്ച ഫുഡൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചാണ് വല്ലപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. കാർത്തി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വരാതിരിക്കുന്നു. അതെനിക്കങ്ങ് സൂചിച്ച കാർത്തി വിളിച്ചു കഴിഞ്ഞാൽ വരുമല്ലോ, അല്ല വരാതിരിക്കുമല്ലോ. ഗൈസ്, സനുബ്രോ പറഞ്ഞ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫൈൻ ഡൈനിങ് ആണ്. ഫൈൻ ഡൈനിങ് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനാണ് ഫൈൻ ഡൈനിങ്? നല്ല അടങ്ങി ഒതുങ്ങിയേക്കരുത്. നമ്മള് കത്തിയും മുള്ളൊക്കെ വെച്ച് ഇങ്ങനെ മറ്റേ വെട്ടി തിന്നൂലേ. 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ നമ്മൾ പോകുന്ന അതേ രീതിയിലുള്ള സംഭവമാണ്. കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളെയാണ് അങ്ങനെ പറയുന്നത്. പിന്നെ അത്യാവശ്യം ഇങ്ങനത്തെ ക്യുസീനൊക്കെ ആയിരിക്കും. മനസ്സിലായി? അത്യാവശ്യം നൈസ്. സാധാരണക്കാർക്ക് ഇങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടമാവും. ജാപ്പനീസ് എനിക്ക് അറിഞ്ഞൂടാ, ബിക്കോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. കുറച്ച് എരിയും സംഭവങ്ങളുള്ളതാണല്ലോ നമുക്ക് പിടിക്കുന്നത്. ചില പിന്നെ ഇൻഡോ ജാപ്പനീസ് ഫ്യൂഷൻ ആകും. മനസ്സിലായല്ലേ? അപ്പം ബേസിക്കലി ഇന്ത്യക്കാർക്കും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്പൈസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യും. ഇത് പ്രോപ്പർ ജാപ്പനീസ് ആണ്. അത് നമുക്ക് തന്നെ ചിലപ്പം ഇഷ്ടപ്പെടുന്ന വരുന്നില്ല. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, നൈസാണ്. നീ എന്ത് തേങ്ങയാടാ ഈ കാണിക്കണേ? എനിക്ക് ഒരു വിരൽ അധികമാണ്. കാര്യം ഇതിങ്ങനെ അടയ്ക്കുമ്പോൾ എനിക്ക് ഈ വിരൽ വേണ്ട, പക്ഷെ അത് ഒഴിവാക്കാൻ പറ്റില്ല. അത് കറക്റ്റ് ടെക്നിക്ക് ഉണ്ടല്ലോ, ആ ടെക്നിക്ക് വെച്ച് പിടിച്ചാലേ കിട്ടുള്ളൂ. അതാണ് എനിക്ക് അറിയാത്തത്. ഇപ്പൊ രണ്ടേയും വെച്ചാണ് ഇങ്ങനെ അടുപ്പിക്കുക. ഇത് കണ്ടോ, ഇത് എന്ത് ചെയ്ത് അടുപ്പില്ല, ഇങ്ങനെ അകന്നകന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എടാ, നിന്നെ മാഹിമച്ചാൻ മിസ് ചെയ്യണോ? ഞാനും മാഹിമച്ചാനെ മിസ് ചെയ്യുന്നുണ്ട്. മാഹിമച്ചാൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ ലവ് യു. ജൂലൈയിലാണ് കല്യാണം. ആണോ? ഞാൻ വരും. വരാണ്ട് പിന്നെ എന്തായാലും ഞാൻ ജൂൺ തൊട്ടേ അവിടെ കാണും. മാഹിമച്ച ഒരു ചെറിയ ടീമൊക്കെ ഉണ്ടാക്കാറുണ്ട്, ചെന്ന് ചേർന്ന് കൊടുക്കരുത്. ടീമാ? ഓ, എനിക്ക് പണി തരാം. നീ എന്റെ സൈഡിൽ നിൽക്കണം. നീ എങ്ങനെ നിൽക്കുവോ? ഞാൻ പണ്ട് തുടങ്ങിയ പണി മേടിക്കണ സൈഡല്ലേ. സനുബ്രോ ആരുടെ സൈഡാണ്? എന്റെ സൈഡിൽ നിൽക്കൂലേ? വന്നിട്ട് പണി കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ കാണുന്ന സൈഡ്. അതൊരുമാതിരി ഊള സൈഡായി പോയി. സ്പെക്ടേറ്റർ സൈഡൊന്നും ഫണ്ണാണ്. വാങ്ങിച്ചു കൂട്ടണം അല്ലേ? അടുത്ത നമുക്ക് ഫുഡിന് വേണ്ടിയുള്ള കത്തിരിപ്പാണ് സുഹൃത്തുക്കളെ. എന്റെ പൊന്നമ്മച്ചി എന്നതാടാ ഇതൊക്കെ?
സനിബ്രോ എന്താ ഇതൊക്കെ? ഇത് അവന്റെ സ്പെഷ്യാലിറ്റി ഒരു സാധനമാണ്. എന്തോ ഒരു ഏത് ഈ സാധനം എന്തോ ഹമാച്ചി എന്ന് പറഞ്ഞൊരു ഫിഷാണ്. ഹമാച്ചി എന്ന് പറഞ്ഞ മീൻ തൂണയും കാട്ടി കിടിലോന്നാണ്. പച്ചമീനാണോ? പച്ചമീനാണ്. നമ്മളന്ന് മറ്റേ ഹയാത്തിൽ കഴിച്ചില്ലേ, ഏകദേശം അതേപോലത്തെ അവന്റെ ഒരു സ്റ്റൈല് സംഭവം. ഓ പച്ചമീനടാ. വേവിച്ചിട്ടില്ല. അങ്ങനെ തോന്നൂല, അടിപൊളി ടേസ്റ്റാണ്. ഫ്രൈഡ് ക്രാബാണ്, സോഫ്റ്റ് ഷെൽ ക്രാബ്, കടിച്ചു മുറിച്ച് തിന്നാൻ. മറ്റേ കട്ടിയുള്ള ഷെല്ലല്ല, ഭയങ്കര സോഫ്റ്റ് ഷെല്ല്. അപ്പം ആ ഷെല്ലും തിന്നാം. കടിച്ച് നമുക്ക് ചവയ്ക്കാൻ ഭയങ്കര. ഇതെന്നാ ബ്രോ? ഇത് കരാഗെ ചിക്കൻ, പൊരിച്ച ഞണ്ട്, അവിക്കാത്ത മീന് കഴിച്ചു. ഇപ്പൊ സെറ്റായി. ആദ്യം ഞാൻ പച്ച മീനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് വെച്ചെടുക്കാമല്ലോ. ഓക്കെ ഓക്കെ. സാധനം കൂടെ എടുക്കാം, കുറച്ച് പ്ലേറ്റ് വെച്ചിട്ട് ഈ സാധനങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്ത് കഴിച്ചത്. ഓക്കെ, ഇതിങ്ങനെയാണ് എടുക്കേണ്ടത്. വാടാ മോനെ ബാ. ഓക്കെ ഓക്കെ, ഇതെല്ലാം കൂടെ വെച്ച് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. പറ്റണമില്ല പുല്ല്. ഇത് നമ്മൾ കാണുന്ന പോലെ അത്ര ഈസി അല്ല കേട്ടോ. ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഗൈസ്, കഴിച്ചോ കേട്ടോ. പച്ച മീനാണെന്ന് സ്വപ്നത്തിൽ പോലും പറയൂല ഗൈസ്. എന്തോ ഒരു ഇനി എങ്ങനെ ടേസ്റ്റ് ആണെന്ന് പറയാൻ പറ്റാം. നമ്മളെ മീനിൻ്റെ ഒരു ഉളുമ്പ് മണം ഉണ്ടല്ലോ, അതൊന്നുമില്ല. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നുണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതാണ്, ഇത് മീനാണ്, ഇത് പച്ച മീനാണത്, പച്ച മീനാണത്. ഭയങ്കര സോഫ്റ്റാണ്. നീ കഴിക്കല്ലേ? കഴിച്ചു നോക്ക്. അത് വടി വെച്ചെടുക്കാൻ എനിക്കറിയില്ല. നീ അല്ലാതെ അതിനിപ്പോ എങ്ങനെയുണ്ട്? വലിയ മുതുക കഷ്ണമാണ് പച്ച മീനിൻ്റെ. ഇത്രയും വേണ്ടേ? ഒരു കഷ്ണം ഫുള്ള് വേണ്ടല്ലേ? ആദ്യമായിട്ട് കഴിക്കണോണ്ടേ ജെനുവിൻ അഭിപ്രായം തരണം. ഇഷ്ടപ്പെട്ടില്ലേ? എങ്ങനെയുണ്ടടാ? പച്ചമീനാണെന്ന് തോന്നൂല. ഇല്ല, കണ്ണടച്ച് കഴിച്ചാൽ മതി. കാരണം കാണുമ്പോൾ നമുക്ക് തോന്നും പച്ചയാണല്ലോ, പക്ഷെ ഞാൻ വിചാരിച്ചാലും കൊള്ളാം. എന്തോ ഒരു ടേസ്റ്റ് അല്ലേ? അതിനെയാണ് കടലിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. കടലിന്റെ ടേസ്റ്റ്. അതായത് നമ്മൾ ഈ ഫ്രഷ് ക്യാച്ച് ഫിഷ് ഉണ്ടല്ലോ, സാധനം ഈ ഉപ്പും മുളകും ഇട്ടിട്ട് വെളിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും തന്നെ തിന്നും. ഈ ഫിഷിൽ ഉപ്പും കുറച്ച് ആ പെപ്പറും അങ്ങനെയൊക്കെ ഇട്ടങ്ങ് കഴിക്കും. അപ്പോൾ ഇതാണ് കറക്റ്റ് ആ ഫിഷിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ അതിൽ മുളകൊക്കെ ഇട്ട് വാരി അതിൻ്റെ ഫിഷിൻ്റെ ടേസ്റ്റ് കില്ല് ചെയ്യണം. ഇതെന്ന് കഴിക്കുമ്പോൾ നമുക്ക് ആ പ്രോപ്പർ ആ മീൻ എന്താണ്, ആ മീനിൻ്റെ ടേസ്റ്റ് എന്താണ് നമുക്കത് കിട്ടുകയാണ് പ്രോപ്പറായിട്ട്. ഇതാണ് യഥാർത്ഥ ടേസ്റ്റ് ആ ഫിഷിൻ്റെ. മാത്രമല്ല ഇത് ടൂണയും കാട്ടി ഹൈ ക്വാളിറ്റി ഫിഷാണ്. ഹമാച്ചി എന്ന് പറഞ്ഞിട്ട്. ഹമാച്ചി എൻ്റെ ഹമാച്ചി നാടൻ രീതി. ക്രാബ് പെട്ടെന്നില്ല, ഭയങ്കര ഇഷ്ടമാണ് ടേസ്റ്റും. അടുത്ത് നമുക്ക് ഞണ്ട് പിടിക്കാം. ഇതല്ലേ സനിബ്രോ ഞണ്ട്? സോഫ്റ്റ് സ്കിന്നുള്ള ഞണ്ടെന്നാണ് പറയണത്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഓ ജ്യൂസ്, കുഴപ്പ സാധനം കഴിച്ചത്. സൂപ്പർ സാധനം അല്ലേടാ? കടലിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. മറ്റതിനൊരു കായൽ വൈബ്. സൂപ്പർ സാധനം കഴിച്ചത് ഞണ്ട്. പിന്നെ സാധനം സാധാരണ ഞണ്ട് നമുക്ക് ഇങ്ങനെ കട്ടിയല്ലേ, ഇതിൻ്റെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നുള്ള ഞണ്ട് ഉറപ്പായിട്ടും. ഇനി അടുത്തത് ചിക്കൻ എടുക്കാം. സനിബ്രോ പറഞ്ഞത് ജാപ്പനീസ് ചിക്കൻ കരാഗെ എന്നാണ്. ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ചിക്കൻ. ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ചിക്കൻ. ഇത് വേണേൽ നമുക്ക് ഈ സോസിൽ മുക്കാം. ഓക്കെ, ഇതാണ് ഐറ്റം കേട്ടോ. അയ്യോ സനിബ്രോ എനിക്ക് എൻ്റെ വാക്കുകൾ പറഞ്ഞു തരാണ്. വെളിയിൽ ക്രിസ്പി, അകത്ത് സോഫ്റ്റ്. സൂപ്പർ സാധനം കേട്ടാ. അകത്ത് ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര പൊളി സാധനം കേട്ടോ. എടാ എങ്ങനെ ഉണ്ടോ ഇത്? എനിക്ക് മുക്കിയില്ലേ? അപ്പൊ ഒരെണ്ണം മൊത്തം തിന്നു പറ്റല്ലേടാ? പുറത്ത് ഭയങ്കര ക്രിസ്പിയും അകത്ത് ഭയങ്കര സോഫ്റ്റ്. അതല്ലേടാ ഞാനും പറഞ്ഞത്. പുതിയ എന്തെങ്കിലും പറ.
എത്ര വില ചിക്കന്? ഈ ഒരു പ്ലേറ്റ് ചിക്കന് 450 രൂപയും ആ ഒരു പ്ലേറ്റ് ഞണ്ടിന് 900 രൂപയാണ് കേട്ടോ. ഇനി ബീഫ് സ്റ്റേക്ക് പറഞ്ഞുള്ളത് അതൊരു പ്ലേറ്റിന് 1500 രൂപയാണ് വരാം. വിലയൊക്കെ കണ്ട് നിങ്ങൾ എന്നെ തള്ളക്കി വിളിക്കരുത്. ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി സൈഡിൽ നിൽക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് എന്നും ഒന്നും വന്ന് തിന്നാനും പറ്റില്ല. അതുകൊണ്ട് ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ വന്ന് ഒന്ന് കഴിച്ചിട്ട് പോവാം. ഈ ഫൈൻ ഡൈനിങ് എന്ന് പറയുമ്പം നമുക്ക് ഈ വില കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റേ ബാക്കിയുള്ള സ്ഥലങ്ങളെക്കാട്ടി കൂടുതലാണല്ലോ. പക്ഷേ ഇവർ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും ആ ഒരു സർവീസും ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, ഇവരിത് ഒരുപാട് പഠിച്ച് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഇതിലും ക്വാളിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നടത്തുന്നത്. ആ പ്രൈസ് ബേസിക്കലി എന്താ പറയുക ജസ്റ്റിഫൈഡ് ആണ്. നമുക്ക് അങ്ങനെ ഒരു കൂടുതൽ കാശ് കൊടുക്കുന്നുള്ളതൊന്നുമല്ല. കഴിക്കുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലായില്ലേ ഈ ടേസ്റ്റ് നമ്മൾ വേറെ ഒരിടത്തും കിട്ടത്തില്ല. ഇവിടെ വന്ന് ഈ കഴിയുമ്പോൾ ഈ ഓതൻറ്റിക് മാക്സിമം ഓതൻറ്റിക്കിൽ അവൻ ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? സോ ബേസിക്കലി വന്ന് കഴിച്ചു പോകുക, പ്രൈസ് നോക്കരുത്. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് എൻജോയ് ദ ടേസ്റ്റ്. ന്യായമായിട്ടുള്ള കാര്യം. അവൻ്റെ ജ്യൂസും കൂടെ കുടിക്കട്ടെ. കൊമ്പൂച്ച എന്ന് പറഞ്ഞാൽ ബേസിക്കലി കട്ടൻ ചായ ഫെർമെന്റ് ചെയ്തതാണ് പഞ്ചസാരയിട്ട്. ബീഫ് സ്റ്റേക്ക് പറഞ്ഞ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഗൈസ് ഒക്കണോമിയാക്കി വന്നു. ഇതാണ് ഒക്കണോമിയാക്കി. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഗൈസ്. അയ്യോ ഒക്കണോമിയാക്കി. സനിബ്രോ ഇത് എന്താണ് ഐറ്റം? ജാപ്പനീസ് പാൻ കേക്ക് ആണ്. പാൻ കേക്ക് ആണ്. ദോശയുടെ ടേസ്റ്റ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ ഇതിന്റെ പുറത്ത് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ് ഇടാം. നമ്മളിപ്പോ ഷ്രിമ്പാണ് പറഞ്ഞേക്കണം, പ്രോൺസ്. ഇതിന്റെ പോർക്കുണ്ട്, ഡക്കുണ്ട്. പോർക്ക് ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഇവരെ കൊണ്ട് ഷ്രിമ്പ് കഴിപ്പിച്ചാൽ എനിക്ക് കൂടെ ടേസ്റ്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നൈസ്. ഇതിന് ഈ പുറത്തേക്ക് കണ്ട ഈ തിന്നായിട്ടിട്ടേക്കണില്ലേ, തിന്നായിട്ട് കിടക്കുന്ന ഫിഷാണ്. ഫിഷിന് ബൊണീറ്റോ ഫ്ലേക്സ് എന്ന് പറയും. ബൊണീറ്റോ ഫ്ലേക്സ്. ഉണക്ക മീനിന്റെ ഇങ്ങനെ മയണൈസ് അങ്ങനത്തെ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന കേസ്. എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്ത് മയണൈസ് ഒക്കെയാണ് അതിന്റെ അകത്ത് എല്ലാം കൂടെ കഴിച്ചാൽ. ഇത് അത്രയും ഇതാണ് കേട്ടോ. അടിയിലാണ് ഭയങ്കര ഇങ്ങനെ ഗമ്മി ടെക്സ്ചറാണ്. ചൂയി ടെക്സ്ചർ. ഒരു ഇതത്രയും കഴിക്കട്ടെ, മിക്സ് ചെയ്തിട്ട് അതിന്റെ എല്ലാ കോമ്പോണന്റും ഇരിക്കട്ടെ. ഭഗവാനെ അണ്ണാക്ക് പോണല്ലേ, ചൂടാണെന്നോ അല്ലേ? എനിക്കോട് കൊഞ്ചൊക്കെ ഉണ്ടെന്ന് പറയട്ടെ അതിനകത്ത്. അതാണ് സിമ്പാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ചൂടാണോ? റിയാക്ഷൻ പതുക്കെ വരുള്ളൂ. ചൂടാണ്. നല്ല ടേസ്റ്റ്. കൊഞ്ചുണ്ട് അതിനകത്ത്. ഇതുവരെ ഞാൻ കഴിച്ചിട്ടുള്ള ടേസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ടേസ്റ്റ്. അത്രയും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ അറിയാവൂ. കൊള്ളാം സാധനം. ആദ്യമായിട്ടാണ് ഇത്ര ഉണക്കമീൻ ഒരുമിച്ച് തിന്നണം. നാട്ടിലെ ഉണക്കമീനല്ല, ജാപ്പനീസ് ഉണക്കമീനാണ്. കൊള്ളാം. ആ ഒരു സോസിന്റെ ഫീല് കാര്യമായിട്ട് വരുന്നുണ്ട് അല്ലേ? മയണൈസ് ഒക്കെ. ഇതിനകത്ത് മയണൈസ് ഉണ്ട്, പിന്നെ പൊരി പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ട്. എന്തെങ്കിലും ഫ്രൈഡ് ആയിട്ടുള്ള ഇതാണ് ഞാൻ പറഞ്ഞ കൊഞ്ചുണ്ടെന്ന്. പ്രോൺസ് ഉണ്ട്. പ്രോൺസ് ആണ് നമ്മൾ ടോപ്പിംഗ് പറഞ്ഞത്. ഇതാണ് കേസ്. ഇതിനാണ് ഞാൻ പറയുന്നത് ഫുഡ് എക്സ്പ്ലോറേഷൻ. ജീവിതത്തിൽ ഇന്നും വരെ കഴിച്ചിട്ടില്ലാത്തൊരു സാധനം, ഒരു പുതിയ ടേസ്റ്റ് എൻ്റെ വായിലേക്ക് വന്നില്ലേ. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഫുഡ്. നമുക്ക് പലപ്പോഴും പല സാധനങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ കിട്ടും. ഒക്കണോമിയാക്കി ഒന്നേ. ഇനി ബീഫ് സ്റ്റേക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടികൾ കഴിയും. ഉള്ളതല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മവും കണ്ടാരും ഇഷ്ടപ്പെട്ടത്. ഞാൻ കളിക്ക് പറയാല്ലേ, സനുബ്രോ ഭയങ്കര വലിയൊരു ഫുഡ് എന്തൂസിയസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പല ഫുഡ് ട്രൈ ചെയ്യാനും. അതിന്റെ എക്സ്പീരിയൻസിലാണ് ഈ ഇരുന്ന് അടിക്കുന്ന അടിയൊക്കെ. സ്റ്റേക്ക് വരട്ടെ. ഇതാണ് സ്റ്റേക്കിന് എന്തോ റെയർ, മീഡിയം റെയർ അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ഇല്ലേ? മീഡിയം റെയർ. I would recommend medium rare. എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ കുക്കിംഗ് ഡൺ ബെസ്റ്റ് ആണ്. My meat is cooked to, but this is cooked to 54 degrees Celsius. 54 degrees Celsius അല്ലേ? അതിന്റെ ആ ലെവലിൽ it's the cook, if you see it's still red, it's not raw, but it's cooked. കുറച്ച് കുക്കായിട്ടുണ്ട്, എന്നാൽ റോ അല്ല. It's cooked but to that temperature. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം റെയർ ആണ്. അതായത് റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് റോ അല്ല, കറക്റ്റ് പറഞ്ഞ ടെമ്പറേച്ചറിൽ 54 ഡിഗ്രി. അതിൽ കുട്ടാണ് സാധനം, കുട്ടാണ്. പക്ഷെ അതാണ് റെഡ് കളർ, പിങ്ക് കളർ.
മറ്റേ ഓവറായിട്ട് വേവിച്ചതിന് കൊന്നിട്ടില്ല. അതാകുമ്പോൾ നിനക്ക് ആ ജ്യൂസിനെസ് ഫീൽ ചെയ്യും മീറ്റിന്റെ. ഇതാണ് ആ പറഞ്ഞ റെഡ് കളർ. എല്ലാവരും മീറ്റ് കഴിക്കുന്നത് പ്രിഫർ ചെയ്യുന്നത് മീഡിയം റയറും മീഡിയം ആണ്, മാക്സിമം മീഡിയം. അതിനപ്പുറം പോയി അതൊക്കെ വെൽ ഡൺ ആണ്. നമുക്കതിങ്ങനെ മറ്റേ റബ്ബർ പോലെ ചവയ്ക്കുന്നതാണ് നമുക്ക് ശീലം. പ്രോപ്പറായിട്ട് കഴിക്കുന്നത് മീഡിയം റയർ ഇതൊക്കെയാണ് കഴിക്കുന്നത്. റയർ കഴിക്കുന്നവരും ഉണ്ട്. ഭയങ്കര ജ്യൂസിയാണ്. ആ റെഡ് കളറും പച്ച പോലെ ഇരിക്കും. പക്ഷെ അത് പച്ചയൊന്നുമില്ല. കട്ട് ചെയ്തിട്ട് ആ സോസിൽ മിക്സ് ചെയ്യുക. രണ്ട് സൈഡ് മിക്സ് ചെയ്യണം. ഡങ്ക് ചെയ്തിട്ട് കഴിച്ചു. ഇങ്ങനത്തെ സ്റ്റേക്ക് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. സാധനം എനിക്ക് കൊതി വരുന്നത് നല്ല രുചി. കുറച്ച് ചൂയിയാണ് അളിയ. ഫ്ലേവർ നിന്റെ വായി പൊട്ടിത്തെറിച്ചില്ലേ നോക്കിക്കോ. ഇല്ലേ കുറച്ച് ചൂയാണ്, പക്ഷെ ഭയങ്കര ജ്യൂസി. അങ്ങനെ ആക്കിയതാണെന്നോ. പക്ഷെ ഫ്ലേവറുകളൊക്കെ ഇങ്ങനെ പറന്ന് കളിക്കണ്ടല്ലേ ബാക്കിനകത്ത്. ഒരു പുളി സാധനം. അപ്പൊ വെൽഡൺ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വെൽഡൺ നമ്മള് ബീഫ് ഫ്രൈ ഒക്കെ തിന്നുന്നതാണ്. നല്ല കുക്ക് ചെയ്ത് ഈ ജ്യൂസിനെസ് ഒന്നും കാണൂല വെൽഡണില്. പക്ഷെ ഇത് ഒന്ന് ജ്യൂസി കേട്ടോ. ഇങ്ങനെ പറഞ്ഞിരിക്കും. അതിന്റെ കൂടെ നമുക്ക് പച്ചക്കറിയൊക്കെ അവർ തരുന്നുണ്ട്. ഇതെന്തൊരു എന്തൊരു വെജിറ്റബിൾ? മൊക്ചോയ്. ഞാൻ ക്യാബേജ് എന്നും പറഞ്ഞ് കടിച്ചതാണ് കേസ്. ഇത് മൊക്ചോയ് ആണ്. കിട്ടില്ല സോസ് അല്ലേ? പൊളി സാധനം. ഇനി ഞങ്ങൾ ബാക്കി അത് മൊത്തത്തിലൊന്ന് കാലിയാക്കിയിട്ട് വരാൻ സുഹൃത്തുക്കളെ. ഈ പ്ലേറ്റിന്റെ അവസ്ഥ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ആ ബീഫ് സ്റ്റേക്കിന്റെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് വന്ന് ടോണി ബ്രോ ഒക്കെ പറഞ്ഞിട്ട് വന്ന് ഈ മീറ്റിന്റെ കട്ടിലാണ് അതിന് ടേസ്റ്റ് ഇരിക്കണം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി മീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ആണെന്ന്. ഇന്ന് നമുക്ക് ഭാഗ്യം ഇതുവരെ ഇവിടെ കിട്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കട്ട് ഓഫ് മീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ലക്കിയസ്. എടാ എങ്ങനെ ഉണ്ടായിരുന്നടാ? പിന്നെ പ്രത്യേകത എന്താന്ന് വെച്ചാലേ ബാക്കി വന്ന സോസ് വേണേ ബ്രെഡ് മുക്കി തിന്നാം. അത്രക്ക് ടേസ്റ്റ് ആണ്. സോസും പൊളിച്ചല്ലേ വേറെ ലെവൽ. ഞാൻ അവരത് പറയുകയും ചെയ്തു. കൊച്ചിയിൽ കഴിച്ചതിൽ വെച്ച് ഏറ്റവും കിടിലം സ്റ്റേക്കാണെന്ന് ഇന്ന് നമ്മൾ ഈ കഴിച്ചത്. എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ. ഞാൻ കഴിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. സനുബ്രോ കിടിലം. അവൻ തന്നെ സമ്മതിച്ചു. ആണല്ലേ? അവന് പോലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ലക്കിലാണ് നമുക്ക് ഇങ്ങനത്തെ ക്വാളിറ്റി ഓഫ് മീറ്റ് കിട്ടുന്നത്. അതെന്നാലും നമുക്കാണ് ആ ഭാഗ്യം. എല്ലാം ലോക്കലി സോഴ്സ് ചെയ്യുന്ന മീറ്റാണെന്ന് പറഞ്ഞു കേസ്. സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ഏമ്പക്കം. എടാ എന്താ കഞ്ഞി കുടിക്കണടാ നീ? അവൻ അതിനും മാത്രം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. സോസും ആ മീറ്റിന്റെയും കോമ്പിനേഷൻ വന്ന് കഴിച്ചു നോക്കണം. അതിനകത്തിന് ഒന്നുമില്ലടാ. ഇതിപ്പം ആ പെങ്കൊച്ചു വന്ന് കഴിക്കുകയാണ്, അയ്യോ സാർ ഫുഡ് വിളമ്പിയില്ല എന്നും പറഞ്ഞ് അടുത്ത ഫുഡും കൊണ്ടുവരും. ഓക്കെ ഞങ്ങൾ എഴുന്നേക്കട്ടെ ഗൈസ്. അവർ ഒരുപാട് ശ്രമിച്ചു എൻ്റെ ബില്ല് തരാതിരിക്കാൻ ഓൺ ദ ഹൗസ്. പക്ഷേ അങ്ങനെയല്ലല്ലോ, നമ്മളതുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ സനുബ്രോ? നമ്മൾ അഭിപ്രായം കൂടെ പറയുമ്പോഴത്തേക്കും അതെ പൈസ കൊടുത്തിട്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് സമാധാനം ഇഷ്ടമില്ലെന്ന് പറയാൻ പറ്റുമല്ലോ. പൊളിച്ചില്ലേ? പൈസ കൊടുത്തോണ്ട് ഞാൻ കറക്റ്റായിട്ട് പറയും. എസ്പെഷ്യലി ബീഫ്, ഞാൻ ബീഫിന്റെ ആളാണ്. ബീഫ് സ്റ്റേക്ക് അടിപൊളി. എടാ പക്ഷെ മീൻ തിന്നപ്പോ നിന്റെ മുഖം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സൂചിച്ചില്ലായിരുന്നു. ഫസ്റ്റത്തെ അത് ചിലപ്പോൾ ശീലമില്ലാത്തതുണ്ട്. പക്ഷെ അത് വലിയ മോശമൊന്നും ഉണ്ടായില്ല. കഴിക്കാൻ പറ്റിയ സാധനം. ഓക്കെ നമുക്ക് ഇറങ്ങിയാലോ സാർ ബ്രോ? ഞങ്ങൾ പതുക്കെ ഇറങ്ങട്ടെ ഗൈസ്. നമുക്ക് ടോണി ബ്രോയുടെ അടുത്തൊരു ബൈയും പറഞ്ഞിട്ട് നമുക്ക് പതുക്കെ ചലിക്കാം. താങ്ക് യു കേട്ടോ. നല്ല ഫുഡായിരുന്നു, നല്ല സർവീസായിരുന്നു. ടോണി ബ്രോ എവിടെ? അകത്താണോ? പുൾ ഇതാണ് കേട്ടോ ഗൈസ് കിച്ചൻ്റെ അകത്തോട്ട് നമുക്ക് പോകണ്ട. ടോണി ബ്രോ താങ്ക് യു ഫോർ ദ ഫുഡ് കേട്ടോ. ഇനിയും ഇതുപോലെ പാഷൻ ഫോളോ ചെയ്ത് ഒരുപാട് മുന്നോട്ട് വരട്ടെ. വന്ന ദിവസം ഭാഗ്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഓ കിണ്ണ ഫുഡായിരുന്നു സാധനം ബ്രോ. ഞങ്ങൾ ഹൈലി സാറ്റിസ്ഫൈഡ് പീപ്പിൾസ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. പോയി കഴിച്ചിട്ട് വന്നോലൊരു ഫീലിംഗ്. അതിന് സാനി ബ്രോ ജപ്പാനിൽ പോയിട്ടുണ്ടോ? ഇല്ല,
പിന്നെ എങ്ങനെ ഫീലിംഗ് വിചാരിക്കാമല്ലോ. ഓ അങ്ങനെ ആയിരിക്കുമല്ലോ. നിന്നെ മിസ് ചെയ്തറ ഒരുപാട്. നീ ഇവൻ ഇവൻ ഭയങ്കരമായിട്ട് അണഞ്ഞിരിക്കുന്നു കേസ് കുറച്ച് ദിവസമായിട്ട്. ഇവനൊന്ന് ഓണാക്കി ഓണായില്ലേ? ഈ ഫുഡ് വെച്ചിട്ട് ഓണായില്ലേ? ജപ്പാൻ വേണം ഞാൻ ഓണാണെങ്കിൽ. അതെ, ജപ്പാനിലെ ഫുഡ് കഴിച്ചാലേ ഓണാവോളത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. നമ്മുടെ ഫുഡ് വ്ലോഗ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ പറയൂ. ഫുഡ് എക്സ്പ്ലോറേഷൻ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ഇനിയും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാം. അതെ, ഡയറ്റ് ഒക്കെ കളഞ്ഞിട്ടായാലും ഞാൻ വരും ഫുഡ് അടിക്കാനായിട്ട്. നീ വരൂലേടാ? ഞാൻ വരും, പക്ഷെ എനിക്ക് ഒരു നിമിഷം എനിക്ക് ഡെയിലി വ്ലോഗ് വിശ്വസിക്കാൻ പറ്റില്ല. ഞാനത് പ്രോസസ് ചെയ്തോണ്ടിരിക്കുകയാണല്ലേ. ഹാപ്പനിങ് ഗൈസ്. ഇതിന് മുമ്പത്തെ ഒരു വ്ലോഗിൽ ഞാൻ ഉണ്ട് കേസ്. ഇപ്പൊ ഞാനും ഹാപ്പിയാണ്. ഞാനൊരു വ്ലോഗർ ആവാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഈ സാധനം കാരണം എനിക്ക് കോൺഫിഡൻസ് വരുന്നുണ്ട്, ബിൽഡ് ആവുന്നുണ്ട്. ആശാനാണ് അവൻ, വ്ലോഗിംഗ് ആശാൻ. ആശാൻ എന്നാ ഇന്നത്തേക്ക് ബൈ പറയുന്നു ഗൈസ്. നാളെ കാണാം.